ഹലോ, നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു ക്രിസ്മസ് ഡെക്കർ ചെയ്ത് നോക്കിയാലോ. അതിന് നമുക്ക് സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്താൽ മതി. ആദ്യമായിട്ട് നമുക്ക് 5 പീസ് കമ്പിൻ്റെ കഷ്ണം, ഉണങ്ങിയ കമ്പിൻ്റെ കഷ്ണം 5 പീസ് നമുക്ക് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റാർ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ പാർട്ടും നമുക്ക് നൂല് വെച്ചിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. ഈ കെട്ടുന്ന കാര്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ എന്നാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നുന്ന ഒരു ക്രിസ്മസ് ക്രാഫ്റ്റായത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ 5 ഭാഗവും നമ്മൾ കെട്ടുന്നുണ്ട്. ലാസ്റ്റത്തെ ഭാഗം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് കെട്ടണം, അല്ല നമുക്ക് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ബാക്കിയുള്ള ഭാഗം കൂടി നല്ല ടൈറ്റായിട്ട് കെട്ടിയേ എല്ലാ ഭാഗം നമ്മൾ ചുറ്റി കെട്ടിയിട്ടുണ്ട്. വൈറ്റ് നൂല് വെച്ചിട്ടാണ്. നിങ്ങൾക്കിപ്പം ഈ വുഡിൻ്റെ കളറുള്ള നൂലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കെട്ടുന്നതാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി തോന്നും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസസ് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഇങ്ങനെ കെട്ടുമ്പോൾ നമുക്ക് സ്റ്റേബിളായിട്ട് തോന്നില്ല. അപ്പം നമ്മൾ എന്താക്കണം, ആ സെൻറ്ററിലുള്ള 5 ഭാഗമില്ലേ അതും കൂടെ നമുക്ക് കെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ കഷ്ണം നൂല് വെച്ചിട്ട് നമുക്ക് ആ സെൻറ്ററിലുള്ള ആ 5 ഭാഗം കൂടെ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇപ്പം നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ മറ്റേ 2 ഭാഗം കിട്ടിയപ്പോൾ തന്നെ അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിതിങ്ങനെ കിട്ടി. നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലേസിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു കുഞ്ഞു കഷ്ണം മതി. ലേസിൻ്റെ കഷ്ണം അവിടെ നമുക്ക് ചുറ്റി വെക്കാം. ചുറ്റി വെച്ചിട്ട് അതിനകത്ത് ഞാൻ വെക്കുന്നത് പൈൻ ട്രീൻ്റെ കായ. അത് നമുക്ക് ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്കിത് സ്റ്റിക്ക് ചെയ്ത് വെച്ചപ്പോൾ ഒരു ഫിനിഷിങ് തോന്നിയില്ല, ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 റെഡ് കളർ ബോൾസും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമുക്ക് തമ്മിലിങ്ങനെ കെട്ടിയിട്ട് നമുക്ക് അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സ്റ്റിക്ക് ചെയ്ത് വെക്കുമോ അല്ലെങ്കിൽ കെട്ട് വെക്കുമോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്കത് ഒന്നും കൂടെ കുറച്ചും കൂടെ ടൈറ്റ് ചെയ്തിട്ട് വെക്കണം. കാരണം ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടൈറ്റായിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്രിസ്മസ് ഡെക്കർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ സാറ്റിസ്ഫാക്ഷനാണ് നമുക്കിത് ഉണ്ടാക്കി കഴിയുമ്പം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്